നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രിയങ്ക ഗാന്ധിയുടെ മകൾക്കെതിരെ വ്യാജ പോസ്റ്റ്, കേസെടുത്ത പോലീസ്. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ മകൾ മിറായ വധേരയെ പറ്റി വ്യാജ പോസ്റ്റിട്ട ആൾക്കെതിരെ കേസെടുത്ത പോലീസ്. എക്സിൽ വ്യാജ പോസ്റ്റിട്ട അനൂപ് വർമ്മ എന്നയാൾക്കെതിരെ ഹിമാചൽ പ്രദേശ് പോലീസാണ് കേസെടുത്തത്. മിറായയ്ക്ക് 3000 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നായിരുന്നു ഇയാൾ പോസ്റ്റിൽ കുറിച്ചത്. തെറ്റിദ്ധരിപ്പിക്കുന്നതിനും അടിസ്ഥാനരഹിതവുമായ പോസ്റ്റ് ട്വീറ്റ് ചെയ്തു എന്നാരോപിച്ച് കോൺഗ്രസ് അംഗം പ്രമോദ് ഗുപ്ത നൽകിയ പരാതിയിലാണ് നടപടി. കലാപത്തിനുള്ള പ്രകോപനം, വ്യാജരേഖ ചമയ്ക്കൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടെ സമൂഹത്തിൽ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ വിവരങ്ങൾ ട്വീറ്റ് ചെയ്ത് കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർക്കാനാണ് അനൂപ് ശ്രമിച്ചതെന്ന് പ്രമോദ് ഗുപ്ത പറഞ്ഞു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു. 4 വയസ്സുകാരന് ദാരുണാന്ത്യം, നിരവധി പേർക്ക് പരിക്ക്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് 4 വയസ്സുകാരൻ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട തുലാപ്പള്ളി നാറാണംതോട്ടിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഓർഡർ ചെയ്ത ഭക്ഷണം കാറിലെത്തിച്ചില്ല, കടയുടമയ്ക്ക് മർദ്ദനം. മണ്ണാർക്കാട് റോഡരികിൽ കഫേ നടത്തുന്ന സഞ്ചലിനാണ് യുവാക്കളുടെ മർദ്ദനമേറ്റത്. സംഭവത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. നാട്ടുകൽ സ്വദേശികളായ യൂസഫ്, ഷുക്കൂർ, ഷിഹാബ്, റാഷിദ്, ബാദുഷ, കണ്ടാലറിയാവുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ആക്രമണത്തിൽ കടയ്ക്ക് 50,000 രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി പരാതിയിൽ പറയുന്നു. രാത്രി കടയിലെത്തിയ യുവാക്കൾ ഭക്ഷണം ഓർഡർ ചെയ്തു. കാറിലേക്ക് ഭക്ഷണം എത്തിച്ചു നൽകണമെന്ന് സംഘം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കടയുടമ അതിന് സമ്മതിച്ചില്ല. ഇതോടെ യുവാക്കളുടെ സംഘം സഞ്ചലിന് നേരെ തട്ടിക്കയറുകയും മർദ്ദിക്കുകയുമായിരുന്നു. തടയാനെത്തിയ തൊഴിലാളികൾക്കും മർദ്ദനമേറ്റു. മലപ്പുറത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം, 5 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. വൈറസ് ബാധയേറ്റത് പുഴയിൽ നിന്ന്. അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 5 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ കുട്ടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ളത്. മുന്നിയൂരിലുള്ള പുഴയിൽ നിന്നാണ് വൈറസ് ബാധയേറ്റതെന്നാണ് സംശയം. അസുഖത്തിന് ചികിത്സയ്ക്കായുള്ള മരുന്ന് കേരളത്തിൽ ലഭ്യമല്ല എന്നാണ് വിവരം. കടുത്ത പനിയും തലവേദനയും ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ രോഗം ഗുരുതരമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. നടൻ മാത്യുവിന്റെ കുടുംബം സഞ്ചരിച്ച വാഹനം കാനയിലേക്ക് മറിഞ്ഞു. ബന്ധു മരിച്ചു. നടൻ മാത്യുവിന്റെ കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ബന്ധുവായ റിട്ടയർഡ് അധ്യാപിക മരിച്ചു. മാത്യുവിന്റെ മാതാപിതാക്കൾക്ക് പരിക്ക്. ശാസ്താമുകളിൽ ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന കാനയിലേക്കാണ് വാഹനം മറിഞ്ഞത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടം. ബീനയുടെ ഭർത്താവ് സാജു, മാത്യുവിന്റെ മാതാപിതാക്കളായ ബിജു, സൂസൻ എന്നിവർക്കും പരിക്കേറ്റു. മാത്യുവിന്റെ സഹോദരനാണ് വാഹനം ഓടിച്ചിരുന്നത്. മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ഇവർ.